നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനു നീ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചു? നിന്നെ പോലെ സ്നേഹിക്കാൻ മാത്രം കഴിയുന്നവരാ മറ്റുള്ളവരെന്ന് ചിന്തിച്ചു പോയതാ മോളെ നിനക്ക് പറ്റിയ തെറ്റ്. അങ്കിൾ, എന്തിനാണ് നീ എന്റെ മുന്നിലേക്ക് വന്നത്? അങ്കിൾ അങ്കിൾ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സൊന്ന് കാണിക്കേ. എന്നിട്ട് അങ്കിൾ എന്നെ ശിക്ഷിച്ചോ? നിന്നെ ഞാനെന്തിനു ശിക്ഷിക്കണം? അതിന് നീ എനിക്ക് ആരാ? ഒരു കുടുംബം തകർത്ത ഒരു തന്തയുടെ മോനല്ലേടാ നീ. എന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള അർഹത പോലും ഇല്ലാത്തവനാ നീ. അങ്കിളിന് എന്ത് വേണമെങ്കിലും എന്നെ പറയാം. ഞാൻ പറഞ്ഞു തുടങ്ങിയാലേ നിനക്ക് ഉത്തരം മുട്ടും. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ ഒരു താലികെട്ട് നടത്തിയെന്നല്ലേ നീ ആവർത്തിക്കാൻ പോകുന്നത്? ഒരു താലികെട്ട് മാത്രമായിട്ടാണോ നീ അവളെയും കൊണ്ട് പലതവണ ആ നാട്ടിലേക്ക് പോയത്? നിന്നെ അറിയാത്ത ഒരു കുഞ്ഞു പോലും ആ നാട്ടിലില്ല. അവളുടെ വീട്ടിൽ പോയിട്ട് പലതവണ ഉണ്ട് ഉറങ്ങിയവനല്ലേടാ നീ. അവളുടെ ബന്ധുക്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ വന്ന് താമസിച്ചു പോയത്? എന്താടാ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ പോയത്? അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്ന് ദേവി എനിക്ക് കാണിച്ചു തന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാമോ? നിന്റെയും അവളുടെയും കല്യാണത്തിന് വെച്ച ഫ്ലെക്സ് ദേവി എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ആ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കല്ലായിരുന്നോടാ നീ? അവളുമായി ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷെ അവൾ നാട്ടിലുള്ളപ്പോ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവൾ വിശ്വസിക്കുന്ന ദേവിയായിരിക്കും എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. കള്ളി വെളിച്ചത്താവൂന്ന് ഭയന്ന് നീ വിവാഹ ആത്മം തേടി അവിടെ പോയില്ലേ? പോയിരുന്നു. ഒരു കുടുംബം ഞാൻ കാരണം തകരാതിരിക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് ആൽബം വരുത്തി വെച്ച വിധിയല്ലടാ എന്റെ മോൾ അനുഭവിക്കുന്നത്. ഒരു മാംസപിണ്ഡമായിട്ട് കിടക്കാൻ പോവാ എന്റെ മോള്. ഈ ജന്മം ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. കടന്നു പോടാ എന്റെ മുന്നിൽ നിന്ന്. ഞാൻ സ്വാതിയെ ചതിച്ചിട്ടില്ല. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഞാൻ ചെയ്തു പോയ തെറ്റിന് അങ്കിള് പൊറുക്കണം. ഇറങ്ങി പോടാ. നിന്നോട് പോകാൻ പറഞ്ഞേ. അങ്കിൾ ഞാൻ പറഞ്ഞോട്ടെ. അങ്കിൾ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.